അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മക്കയിൽ ഇനി പ്രമുഖരായ 3 പേര് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും. പിന്നെ യജമാനന്മാർ പോകാൻ അനുമതി നൽകാതെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് അടിമകളും. ബാക്കി എല്ലാവരും മദീനയിലേക്ക് അവരുടെ പലായനത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അബൂബക്കർ തങ്ങൾ ഇടയ്ക്കിടെ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ ഹിജറ പോവട്ടെ, മദീനയിലേക്ക് പുറപ്പെടട്ടെ? അപ്പോഴൊക്കെയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളെ തടയുകയാണ്. നീ ധൃതി കാണിക്കരുത് അബൂബക്കർ, അല്പസമയം കൂടെ കാത്തിരിക്കൂ, അള്ളാഹു നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനെ തന്നെ കൂടെ അയക്കും. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 4 മാസം മുന്നേ 2 വിലപിടിപ്പുള്ള ഒട്ടകങ്ങളെ വാങ്ങുകയും അതിനുവേണ്ടി സവിശേഷമായ ഭക്ഷണങ്ങൾ നൽകി സുദീർഘമായ ആ യാത്രയ്ക്ക് വേണ്ടി അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിയുകയും ചെയ്തിരുന്നു. കൃത്യമായ ഭക്ഷണം നൽകി അതിനെ തയ്യാറാക്കി കൊണ്ടുവരികയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പക്ഷേ അപ്പോഴും പോകാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. ഖുറൈശികളാണെങ്കിൽ വലിയ ആശങ്കയിലാണ്. ദിനം പ്രതി മക്കയിലുള്ള മുസ്ലിങ്ങളെ കാണാതാവുന്നു. എവിടേക്കാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പോയി കളയുന്നത്? അവർ വളരെ വലിയ ആശങ്കയിലാണ്. ഇവിടെ നിന്ന് അവരെല്ലാവരും മറ്റൊരു നാട്ടിലേക്ക് ചെന്ന് അവിടെ തമ്പടിക്കുകയും അവിടെ ഒരുമിച്ച് കൂടുകയും അവസാനം എല്ലാവരും ഒരുമിച്ച് വന്ന് തങ്ങളെ മൊത്തത്തിൽ തകർത്ത് കളയുമോ എന്ന വലിയൊരു ഭീതി ഖുറൈശികളുടെ തലക്ക് മുകളിലുണ്ട്. ആ സമയത്ത് ഇവർക്കൊരു ഐഡിയയുമില്ല എവിടേക്കാണ് ഈ മുസ്ലിങ്ങളെല്ലാം പലായനം ചെയ്തു പോകുന്നത്, എവിടേക്കാണ് ഇവർ ചെന്നെത്തുന്നതെന്ന്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഖുറൈശികൾ ഒരു മീറ്റിംഗ് കൂടുന്നു. അതിൽ അവർ ശക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഇതിനെതിരെ അവർക്ക് ശബ്ദിക്കാൻ, ഇതിനെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് മുന്നിലുള്ള ഒരേ ഒരു മാർഗം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് കൊന്നുകളയുക എന്ന് മാത്രമാണ്. അങ്ങനെ അന്ന് കൂടിയ ആ മുഖ്യമായ മീറ്റിങ്ങിൽ അവർ ആ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അവർ പ്ലാൻ ചെയ്തതുപോലെ തയ്യാറാക്കിയ എല്ലാവിധ പദ്ധതികൾക്കുമൊപ്പം അന്ന് രാത്രി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തർ വന്നുകൊണ്ട് പ്രവാചകനെ വധിച്ചു കളയാം എന്ന പദ്ധതി അവരങ്ങനെ ആവിഷ്കരിക്കുകയാണ്. അങ്ങനെ ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം വന്ന് പ്രവാചകനെ തകർത്ത് കളഞ്ഞാൽ ഖുറൈശികൾ മൊത്തത്തിൽ ഒരു ഗോത്രത്തിനെതിരെ തിരിയില്ല എന്നതായിരുന്നു അതിൻ്റെ പിന്നിൽ അവർ കണ്ടെത്തിയിരുന്ന യുക്തി. പക്ഷേ അള്ളാഹു അതിലും വലിയ തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നു. ഹിജറ പോവാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകുന്നു. ഒരു നട്ടുച്ച സമയമായിരുന്നു അത്. അബൂബക്കർ തങ്ങൾ അവിടുത്തെ വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന സമയം. നട്ടുച്ച സമയത്ത് അറബികൾ പൊതുവെ പുറത്തേക്ക് ഇറങ്ങാറില്ല. രാവിലെയും രാത്രിയുമൊക്കെയാണ് അവരുടെ സഞ്ചാരങ്ങളും അങ്ങാടിയിലേക്കുള്ള പോക്കൊക്കെ. ഉച്ച സമയത്ത് എല്ലാവർക്കും വിശ്രമ സമയമാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവർ രാത്രി നിസ്കാരവും ഇബാദത്തുകളൊക്കെ ആയി കഴിയുന്ന ആളുകൾക്ക് ഉച്ച സമയത്തുള്ള ഉറക്കം സുന്നത്തുമാണ്. അതുകൊണ്ട് പൊതുവെ ആരും പുറത്തിറങ്ങാത്ത സമയമാണ് ആ നട്ടുച്ച സമയം. ആ നട്ടുച്ച സമയത്ത് തൻ്റെ വീട്ടിലേക്ക് ആരോ തല മറച്ചുകൊണ്ട് വരുന്നത് അബൂബക്കർ തങ്ങൾ കാണുന്നുണ്ട്. വിദൂരതയിൽ നിന്നും നടന്നു വരുന്ന അയാളെ അയാളുടെ ചലനങ്ങൾ കൊണ്ട് തന്നെ അബൂബക്കർ തങ്ങൾ മനസ്സിലാക്കുന്നു, ഇതെൻ്റെ പ്രിയപ്പെട്ട ഹബീബ്, എൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഈ ഉച്ച സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അബൂബക്കർ തങ്ങൾ തൻ്റെ പ്രവാചകനെയും കാത്ത് വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൃതിയിൽ വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നു. ശേഷം ചോദിക്കുന്നുണ്ട്, ഇവിടെ വീട്ടുകാരല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ തങ്ങൾ ഉടനെ മറുപടി പറയുന്നു, ഇല്ല ഹബീബേ, ഇവിടെ എൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ, എൻ്റെ വീട്ടുകാരും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എങ്കിൽ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഹിജ്റക്ക് പോകാനുള്ള അനുമതി കിട്ടിയിരിക്കുന്നു. ഉടനടി അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നു, നബിയെ, ഞാനും കൂടെ പോരട്ടെ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ അബൂബക്കർ, നിങ്ങളെയാണ് അള്ളാഹു എൻ്റെ കൂടെ ഹിജ്റക്ക് പോരാൻ നിയോഗിച്ചിരിക്കുന്നത്. അബൂബക്കർ തങ്ങൾ അവിടെ ഇരുന്നിട്ട് കരഞ്ഞു പോകുന്നുണ്ട്. പ്രവാചകനോടുള്ള അതിയായ പ്രണയം അവിടെ അണപൊട്ടി ഒഴുകുകയാണ്. പ്രവാചകനെ സേവിക്കാനുള്ള, അവിടെ കൂടെ നടക്കാനുള്ള, അവിടുത്തെ പ്രണയിക്കാനുള്ള അവസരം ഒരവസരവും പാഴാക്കാത്ത ആ പ്രിയപ്പെട്ടവന് ഇതിലും മികച്ചൊരവസരം ഇനി തേടി വരാനുണ്ടോ? ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവൻ പോലും സംരക്ഷിക്കേണ്ട ആ പലായന വേളയിൽ പ്രവാചകൻ്റെ കൂടെ പോരാൻ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് ഈ അബൂബക്കറിനെയാണ്. അബൂബക്കർ തങ്ങൾക്ക് ഇതിലും വലിയ സന്തോഷം എന്താണ് വരാനുള്ളത്? അബൂബക്കർ തങ്ങൾ അവിടെ ഇരുന്നിട്ട് കരഞ്ഞു പോകുന്നു.
ആയിഷ ബീവിയുടെ ഈ ഹദീസ് വായിക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, മനുഷ്യർ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുമെന്ന് ഞാൻ ഈ നിമിഷത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആയിഷ ബീവിയുടെ ഈ ഹദീസ് വായിക്കുമ്പോൾ നമ്മളവിടെ വായിച്ചെടുക്കുന്നുണ്ട്, മനുഷ്യർ വിഷമം വരുമ്പോൾ മാത്രമല്ല കരയുന്നത്, അവരിതുപോലെ സന്തോഷം വരുമ്പോഴും കരയുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ നിമിഷമാണെന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. അത്രത്തോളം ആ ഹബീബിനോടുള്ള പ്രണയം അബൂബക്കർ തങ്ങളുടെ ഹൃദയത്തിൽ അണപൊട്ടി ഒഴുകുകയായിരുന്നു. ഉടനടി തൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള 2 ഒട്ടകങ്ങളുമായിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് അബൂബക്കർ തങ്ങൾ വരികയാണ്. ഹബീബേ, ഞാൻ ഹിജറക്ക് പോകാൻ വേണ്ടി 2 ഒട്ടകങ്ങളെ എത്രയോ കാലമായിട്ട് തയ്യാറാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് നിൽക്കുകയാണ്. നമുക്ക് 2 പേർക്കും പോകാനുള്ള വാഹനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങൾ ആ ഒട്ടകത്തെ ഒന്നിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈമാറി. പക്ഷേ ആ സമയത്ത് പ്രവാചകനാകട്ടെ അത് തനിക്ക് സൗജന്യമായി വേണ്ട എന്നും, നല്ലൊരു കാര്യമായ ഹിജറക്ക് തൻ്റെ സ്വന്തം പണം കൊടുത്ത് തന്നെ അതിൻ്റെ പ്രതിഫലം മൊത്തമായും തനിക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മുഴുവൻ വിലയും അബൂബക്കർ തങ്ങൾ കൈമാറുന്നുണ്ട്. അബൂബക്കർ തങ്ങൾ സമ്മതിക്കുന്നില്ല. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർബന്ധത്തിൽ വഴങ്ങിയാണ് ആ ഒട്ടകത്തിനെ പണം കൊടുത്തിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്നത്. അന്ന് രാത്രിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. അതേ രാത്രി തന്നെയാണ് ഖുറൈശികൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. ഹിജറയിൽ പേഴ്സണലി എന്നെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു രംഗം വേറെ ഇല്ല എന്നത് ഈ അവസരത്തിൽ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു നബി തങ്ങൾ, അലി, നീ ഇന്ന് ഞങ്ങളുടെ കൂടെ പോരേണ്ടതില്ല. നീ ഇന്ന് മക്കയിൽ തന്നെ നിൽക്കണം. ഇന്ന് രാത്രി ഞാൻ വീട് വിട്ടിറങ്ങിയാൽ നീ എൻ്റെ കട്ടിലിൽ എൻ്റെ പുതപ്പ് പുതച്ചിട്ടാണ് ഉറങ്ങേണ്ടത്. ശത്രുക്കൾ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ, വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാനിവിടെ കട്ടിലിൽ ഉറങ്ങുന്നത് പോലെ അവർക്ക് തോന്നണം. നീ ഇന്ന് വരാത്തതിൻ്റെ കാരണം എൻ്റെ കയ്യിൽ ഖുറൈശികൾ അവരുടെ സൂക്ഷിപ്പ് മുതലായി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുടെ സമ്പത്ത്, സ്വർണ്ണ നാണയവും വെള്ളി നാണയവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അന്നത്തെ കാലത്ത് ബാങ്കിങ് സിസ്റ്റങ്ങളോ അതുപോലെ പണം സൂക്ഷിക്കാനുള്ള മറ്റ് വ്യവസ്ഥകളോ ഒന്നുമില്ല. വിശ്വസ്തരായ ആളുകളുടെ കയ്യിലാണ് അവരക്കാലത്ത് പൈസകൾ സൂക്ഷിച്ചിരുന്നത്. അവർ ക്രൂരമായി പീഡിപ്പിക്കുകയും പട്ടിണിക്കിടുകയും ഉപരോധം ഏർപ്പെടുത്തി കൊന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അതേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ് മക്ക മുശ്രിക്കീങ്ങൾ അവരുടെ സമ്പത്ത് മുഴുവനും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അവർക്ക് ഉറപ്പായിരുന്നു പ്രവാചകർ തങ്ങളുടെ വിശ്വാസം തെറ്റിക്കില്ല എന്നുള്ളത്. അവർക്ക് പ്രവാചകന് വിശ്വാസമായിരുന്നു. പ്രവാചകർ കൊണ്ടുവന്നതിലും അവർക്ക് എതിർപ്പില്ലായിരുന്നു. പക്ഷേ അവരുടെ കുടുംബ ഗോത്ര മഹിമകൾ മാത്രമാണ് ഇസ്ലാമിനെ അവരന്ന് സ്വീകരിക്കാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ വരുമ്പോഴാകട്ടെ, പ്രവാചകൻ ഹിജറ പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം നാടും വീടും സമ്പത്തും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവൻ പണയപ്പെടുത്തി ഇവിടെ നിർത്തുന്നത് ആ സമ്പത്തുകൾ മുഴുവനും അതേ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അതിലെല്ലാ ആളുകളുടെയും കൃത്യമായ പേരുകളുണ്ട്. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നീ അതിൻ്റെ എല്ലാ അർഹർക്കും, അതിൻ്റെ ആളുകൾക്ക് ആ പൈസ നീ കൊണ്ടുപോയി കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത്. അങ്ങനെ സമയം രാത്രിയായി. അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വിരിപ്പിൽ കിടത്തിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് തൻ്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുന്നത് പ്രവാചകൻ അറിയുന്നത്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു, യാസീനിലെ ഒരു ആയത്ത് ഓതിയിട്ട് താഴെ നിന്നും അല്പം മണ്ണെടുത്തിട്ട് അവരുടെ മുകളിലേക്ക് എറിയുക. അവരുടെ കാഴ്ചയിൽ നിന്ന് അങ്ങയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രത്യക്ഷമാക്കി കളയും. എന്നിട്ട് ധൈര്യമായി നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊള്ളുക എന്ന കൽപ്പനയും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മുശ്രിക്കീങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാതിലിൻ്റെ വിടവുകളിലൂടെയും വീടിൻ്റെ മുകളിലൂടെയും ഒക്കെ കയറിയിട്ട് അവർ കട്ടിലിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉറങ്ങിക്കിടക്കുകയാണല്ലോ എന്നതായിരുന്നു അവരുടെ തീരുമാനം. അവർ കാണുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ന് അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ എല്ലാവിധ തയ്യാറെടുപ്പുകളിലുമാണ്. അസ്മാ റളിയല്ലാഹു അൻഹയും ആയിഷ ബീവിയൊക്കെ അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്.
അസ്മാ റളിയല്ലാഹു അൻഹ ആ ഭക്ഷണത്തിൻ്റെ തോൽപാത്രം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കെ കെട്ടാൻ അവസാനം കയറില്ലാതെ വന്നപ്പോൾ തൻ്റെ സ്വയം അരപ്പട്ട കീറി കെട്ടിക്കൊണ്ടാണ് ആ തോൽപാത്രം, വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയൊക്കെ തോൽപാത്രം ആ അസ്മാ റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നത്. തൻ്റെ പിതാവിൻ്റെ അതേ പ്രവാചക പ്രണയം ആ മക്കളിലുമുണ്ട് എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകം ഓർത്തെടുക്കേണ്ടതാണ്. അങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളുമായി അവർ മക്കയുടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച് തുടങ്ങുകയാണ്. മദീന ഇരിക്കുന്നത് വടക്ക് വശത്താണ്. അതിൻ്റെ നേർ വിപരീതമായ സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായ അതിമനോഹരമായ പ്ലാനിങ്ങോടുകൂടെ നടന്ന, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു ഏടാണ് ഹിജ്റ. അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെയായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും നിർവഹിച്ചത്. സാധാരണ മദീനയിലേക്കുള്ള വഴിയിൽ നീങ്ങിക്കഴിഞ്ഞാൽ, ശത്രുക്കൾ അവരെ പിന്തുടർന്ന് എത്തിക്കഴിഞ്ഞാൽ തങ്ങളെ എളുപ്പത്തിൽ പിടികിട്ടുമെന്ന് മനസ്സിലായതോടുകൂടെ മദീനയുടെ ഓപ്പോസിറ്റ് വഴിയിലേക്കാണ് പ്രവാചകനും അബൂബക്കർ തങ്ങളും തിരിക്കുന്നത്. അങ്ങനെ അവർ നടന്നു നീങ്ങുകയും മക്കയുടെ അതിർത്തിയിൽ ചെന്നെത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ജന്മനാടിനോടുള്ള ഒരു വിടവാങ്ങൽ പ്രാർത്ഥന ആ സമയത്ത് അവർ നടത്തുന്നുണ്ട്. ഇത്രയും കാലം ജനിച്ചു വളർന്ന അതേ നാട്ടിൽ നിന്നാണ് ക്രൂരമായി ശത്രുക്കളുടെ പീഡനമുറകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ നാട് വിട്ടിട്ട് പോകുന്നത്. അങ്ങനെ മക്കയിൽ നിന്നും 3 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ എത്തുന്ന സൗർ ഗുഹയിലേക്കായിരുന്നു അവരുടെ യാത്ര. അവിടെ 3 ദിവസം തങ്ങുക, ശേഷം മറ്റൊരു വഴി ഉപയോഗിച്ച് മദീനയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും പദ്ധതി. ആ വഴി അധികം ആരും സഞ്ചരിക്കാത്തത് കൊണ്ട് തന്നെ അത്രയും ദുർഘടമായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ വഴിയായിരുന്നു ആ സൗർ ഗുഹയിലേക്കുള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണിച്ച് പ്രവാചകൻ്റെ കാലു പൊട്ടി ചോര വരാൻ തുടങ്ങുന്നു. കണ്ടു നിൽക്കാൻ പ്രിയപ്പെട്ടവനാകുമോ അബൂബക്കർ തങ്ങൾ? ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുമലിലേറ്റുകയാണ്. അവിടുത്തെ പ്രവാചക പ്രേമത്തിൻ്റെ അനന്തമായ സാഗരം ഹിജ്റയുടെ വേളയിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. കാല് പൊട്ടി ചോരയൊലിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി വെക്കുന്നു. ശേഷം നടന്നു തുടങ്ങുന്നു. എൻ്റെ പ്രവാചകൻ്റെ കാലിൽ ഒരു മുള്ളേൽക്കുന്നത് പോലും സഹിക്കാനാവാത്ത അബൂബക്കറിനെ ആ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ദൂരം നടന്ന് സൗർ ഗുഹയിരിക്കുന്നത് ഒരു മലമുകളിലാണ്. അവിടേക്ക് ഇനിയും കയറാനുണ്ട്. ഒന്നും നോക്കുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ചുമലിൽ തന്നെ ഏറ്റിക്കൊണ്ട് അബൂബക്കർ തങ്ങൾ ആ മല മുഴുവനും കയറുന്നുണ്ട്. സൗർ ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ പ്രവാചകനോട് പറയുന്നു, നബിയെ, അങ്ങ് ഗുഹയിലേക്ക് കയറരുത്, അങ്ങിവിടെ ഇരുന്നാൽ മതി. ഞാൻ ആദ്യം ഗുഹയിലേക്ക് കയറട്ടെ. അവിടെ എന്തെങ്കിലും ജീവികളോ അക്രമപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അത് കടിച്ചോട്ടെ, എന്നെ അത് ഉപദ്രവിച്ചോട്ടെ, എൻ്റെ ഹബീബിനൊന്നും സംഭവിക്കരുത്. അബൂബക്കർ തങ്ങൾ ആ ഗുഹയിലേക്ക് കയറുന്നു. വളരെ ചെറിയ ഗുഹയാണത്. ഗുഹ എന്നൊന്നും വിളിക്കാൻ പോലും പറ്റില്ല. അത്രയും ചെറിയ കുടുസായ ഒരു ഏരിയ മാത്രമാണുള്ളത്. അള്ളാഹു നമുക്കത് കാണാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ അബൂബക്കർ തങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അവിടെ എല്ലാം ശുദ്ധിയായി വൃത്തിയാക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ കിടക്കാൻ വേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുന്നു. അപ്പോഴാണ് ചുമരിൽ ഒരുപാട് ദ്വാരങ്ങൾ കാണുന്നത്. തൻ്റെ വസ്ത്രം മുഴുവനും കീറി അബൂബക്കർ തങ്ങൾ അതിൽ ആ ദ്വാരങ്ങളെല്ലാം അടക്കുന്നു. ഒരു ക്ഷുദ്രജീവിയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നതായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അകത്തേക്ക് വരാൻ പറയുന്നു. പ്രവാചകൻ തൻ്റെ കാലിലേറ്റ മുറിവും ദീർഘമായ യാത്രാ ക്ഷീണവും ഒക്കെ കാരണത്താൽ അത്രയും ഉറക്കത്തിലേക്ക് വഴുതി വീഴാനിരിക്കുകയായിരുന്നു. അബൂബക്കർ തങ്ങളോട് ഇരുന്ന് കൊടുക്കുന്നു. പ്രവാചകനെ തൻ്റെ മടിയിൽ കിടത്തിയിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിപ്പോകുന്നു. സമയമേറെ അങ്ങനെ പിന്നിട്ട് പോവുകയാണ്. അപ്പോഴാണ് അബൂബക്കർ തങ്ങൾ ഒരു നടുക്കുന്ന കാഴ്ച കാണുന്നത്. തൻ്റെ മുന്നിൽ കാൽവിരലുകൾക്ക് മുന്നിലായിട്ട് 2 ദ്വാരം. അത് നേരത്തെ അബൂബക്കർ തങ്ങൾ കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് വല്ല പാമ്പോ തേളോ വന്ന് എൻ്റെ ഹബീബിൻ്റെ ഉറക്കം ശല്യപ്പെടുത്തുമോ, എൻ്റെ ഹബീബിനെ ആക്രമിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ഹബീബിനെ വിളിച്ചുണർത്താനുമാവില്ല. അത്രയും ഗാഢമായ ഉറക്കത്തിലാണ് പ്രവാചകൻ. തൻ്റെ 2 കാൽവിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ 2 ദ്വാരങ്ങളും അബൂബക്കർ തങ്ങൾ അടക്കുന്നു. സമയം അങ്ങനെ മുന്നോട്ട് പോയി. ഇഷ്കിലലിഞ്ഞ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് കാലം പ്രവാചകനെ കാണാൻ കാത്തിരുന്നിരുന്ന ഒരു പാമ്പ് ആ മാളത്തിൽ നിന്നും തല പുറത്തേക്കിട്ട് വരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഗുഹയിലെത്തിയിരിക്കുകയോ എന്ന സന്തോഷത്തോടെ പ്രവാചകനെ കാണാൻ വരുമ്പോൾ തൻ്റെ മുന്നിലുള്ള കാലൊന്നും നോക്കാതെ ആ പാമ്പ് അബൂബക്കർ തങ്ങളുടെ കാലിൽ കൊത്തുകയാണ്.
വേദന സഹിക്കാനാവുന്നില്ല. മനസ്സുകൊണ്ട് പിടിച്ചമർത്തിയിരുന്ന ആ വേദന പക്ഷേ ശരീരത്തിന് താങ്ങാനായില്ല. അതൊരു കണ്ണീർ തുള്ളിയായിട്ട് മടിയിൽ കിടക്കുന്ന ഹബീബിൻ്റെ മുഖത്തേക്ക് ഉറ്റി വീഴുന്നു. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണ്. എന്തു പറ്റിയ അബൂബക്കർ? കാലിൽ പാമ്പ് കടിച്ചു നബിയെ. ഉടനെ അവിടുത്തെ പവിത്രമായ ഉമിനീര് കൊണ്ട് ആ വേദനയിൽ, ആ മുറിവിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുന്ന് പുരട്ടുന്നു. ഉടനടി ആ വേദന ശിഫയാകുന്നു. സമയം അങ്ങനെ കടന്നുപോയി. വ്യാഴാഴ്ച രാത്രിയാണ് അവർ ഈ യാത്ര പുറപ്പെടുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസം അവർ ആ സൗർ ഗുഹയിൽ തന്നെ തങ്ങുകയാണ്. അന്നേ ദിവസം അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുക്കുന്നത് അബൂബക്കർ തങ്ങളുടെ മകളായിരുന്ന അസ്മാ ബീവിയാണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഇത്രയും വഴി ദൂരം നടന്ന് പ്രവാചകനും തൻ്റെ പിതാവിനും വേണ്ടിയുള്ള ഭക്ഷണം അസ്മാ റളിയല്ലാഹു അൻഹ കൊണ്ടുകൊടുക്കുന്നത്. മാത്രമല്ല അബൂബക്കർ തങ്ങളുടെ സമർത്ഥനായ ഒരു മകനുണ്ടായിരുന്നു, ചെറിയ കുട്ടിയാണ്, അബ്ദുല്ലാഹിബിൻ അബൂബക്കർ. ആ അബ്ദുല്ലാഹിബിൻ അബൂബക്കറിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ദിവസം നേരം വെളുത്തു കഴിഞ്ഞാൽ മക്കയിലൊക്കെ ഇങ്ങനെ പോയി അങ്ങാടിയിലൊക്കെ പോയി ചെന്നിരിക്കണം. എന്നിട്ട് അവിടുത്തെ ഖുറൈശികൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള വാർത്തകളൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിൽ എത്തിച്ചു കൊടുക്കണം. വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഖുറൈശികൾ ആ കുട്ടിയെ കാര്യമാക്കി എടുക്കാറില്ല. പക്ഷേ സമർത്ഥനായിരുന്നു അബ്ദുല്ലാഹിബിൻ അബൂബക്കർ. മക്കയിൽ നടക്കുന്ന എല്ലാവിധ വാർത്തകളും സദാസമയം പ്രവാചകനും തൻ്റെ പിതാവിനും ചെന്ന് സൗർ ഗുഹയിൽ ചെന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മക്കയിൽ നടക്കുന്ന വാർത്തകളൊക്കെ അവരറിയുന്നത്. മക്കയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതായ അലി റളിയല്ലാഹു അൻഹു ആണ് വിരിപ്പിൽ കിടക്കുന്നതെന്നറിഞ്ഞ ഖുറൈശികൾക്ക് അവരാകെ ആശങ്കയിലും ദേഷ്യത്തിലും പെടുന്നുണ്ട്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതു വിധേനയും വധിച്ചു കളയുക എന്നുള്ളതായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ലക്ഷ്യം. പ്രവാചകരും അനുചരരും മദീനയിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്, അക്കാലത്തെ യസിരിബിലേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് അവർക്ക് വിവരം കിട്ടിയിരിക്കുന്നു. അങ്ങനെ മദീനയിലേക്കുള്ള എല്ലാ വഴിയും അവർ അരിച്ചു പൊറുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ശക്തമായ തിരച്ചിൽ സംഘത്തെ തയ്യാറാക്കി നിർത്തുന്നുണ്ട്. മരുഭൂമിയിലെ ശക്തമായ കാൽപ്പാടുകളെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും കുശാഗ്രബുദ്ധിക്കാരായ ഒരുപാട് തിരച്ചിലുകാരെയാണ് ഖുറൈശികൾ കൊണ്ടുവരുന്നത്. മാത്രമല്ല അബൂജഹൽ പ്രഖ്യാപിക്കുന്നുണ്ട്, ജീവനയോടെയോ അല്ലാതെയോ മുഹമ്മദിനെ ഇവിടെ കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകമാണ് ഇനാമായി പ്രഖ്യാപിക്കുന്നത്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്താണ് ഒട്ടകം. ഇന്ന് ഒരു 100 കാറുകളൊക്കെ സമ്മാനം നൽകുന്നത് പോലെയാണ് അന്നത്തെ കാലത്ത് 100 ഒട്ടകങ്ങൾ നൽകുന്നത്. അത്രയും വലിയ ഭീമാകരമായ ഒരു സമ്മാനമാണ് പ്രവാചകനെ ഇതുപോലെ കൊണ്ടുവരുന്നവർക്ക് അബൂജഹൽ പ്രഖ്യാപിക്കുന്നത്. ഉടനെ എല്ലാവരും പ്രവാചകനെ തെരഞ്ഞിറങ്ങുന്നു. അവർ മദീനയുടെ എല്ലാ വഴിയിലേക്കും ചെന്ന് നോക്കുന്നു, ശേഷം തിരിച്ചും വരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയും ശക്തമായ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു ആട്ടിടയനെ തങ്ങൾ പോയ അതേ വഴിയിലൂടെ പ്രവാചകൻ പറഞ്ഞയക്കുന്നുണ്ട്. ഭക്ഷണവുമായി വരുന്ന അസ്മാ റളിയല്ലാഹു അൻഹയുടെയോ വാർത്തകളുമായിട്ട് വരുന്ന അബ്ദുല്ലാഹിബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയോ കാലടിപ്പാടുകളൊന്നും മരുഭൂമിയിൽ അവശേഷിക്കരുത് എന്ന് വിചാരിച്ച് അബൂബക്കർ തങ്ങളും പ്രവാചകനും ഒരു ആട്ടിടയന് ദിവസവും ആ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകാൻ വേണ്ടി തയ്യാറാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ ആ കാൽപ്പാടുകൾ അവിടെ കാണുന്നില്ല. മാത്രമല്ല ആ ആടിൻ്റെ പാല് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ തങ്ങൾക്കും ഒക്കെ ആ ആട്ടിടയൻ കറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശക്തമായ പ്ലാനിങ്ങുകളോടുകൂടെ നടത്തിയ ഹിജ്റ യാത്രയായിരുന്നിട്ട് പോലും മക്ക മുശ്രിക്കീങ്ങൾ സൗർ ഗുഹയുടെ സമീപത്തെത്തുന്നു. അവർ ആ ഗുഹാമുഖത്ത് ചെന്നെത്തുകയാണ്. അബൂബക്കർ തങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, അവരവരുടെ കാലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് നോക്കിയാൽ, ഗുഹ അല്പം താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്, ഇരുന്ന് നോക്കിയാൽ അവർ നമ്മളെ കാണും നബിയെ. അബൂബക്കർ തങ്ങളും പ്രവാചകനും ആ ശത്രുക്കളുടെ കാലുകൾ അവർ മുന്നിലൂടെ കാണുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു മറുപടിയുണ്ട്, അബൂബക്കർ, നീ രണ്ടാളുകളെ പറ്റി എന്താണ് വിചാരിച്ചത്? അവരിൽ മൂന്നാമനായി അള്ളാഹു ഉണ്ട്. ലാ തഹസൻ ഇന്നല്ലാഹ മഅന. തവക്കുലിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയും അധ്യാപനവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹിജ്റ വേളയിൽ അബൂബക്കർ തങ്ങൾക്കും നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല. ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്, അവിടെ ചിലന്തി വല കെട്ടുകയും പ്രാവ് അടയിരിക്കുകയൊക്കെ ചെയ്തതോടുകൂടെ ശത്രുക്കൾ അവിടെ നിന്ന് നോക്കാതെ ഇറങ്ങിപ്പോകുന്നു എന്ന്. അങ്ങനെ ആ 3 ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകനും അബൂബക്കർ തങ്ങളും സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അവരുടെ മദീനയിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. ഒരു മുസ്ലിം അല്ലാത്ത ഒരു വഴികാട്ടിയെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേളയിൽ കൂടെ കൂട്ടുന്നത്. അബൂബക്കർ തങ്ങളുടെ ജീവിതമാണ് ഹിജ്റയിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അത്രമേൽ പ്രവാചകനെ പ്രിയം വെക്കുന്ന ഒരു പ്രണയാനുരാഗിയെ ഹിജ്റയുടെ വേളയിൽ മുഴുവനും നമ്മൾ കാണുന്നുണ്ട്.
വഴിയിലൂടെ നടക്കുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു നീങ്ങുമ്പോൾ ഒരിക്കൽ അബൂബക്കർ തങ്ങൾ മുന്നിൽ നടക്കും പ്രവാചകൻ്റെ. ശത്രുക്കൾ ആരെങ്കിലും അവിടെ നിന്ന് വരുന്നുണ്ടോ എന്നറിയാൻ. ശേഷം പിറകോട്ട് വന്നുകൊണ്ട് പ്രവാചകനെ മുന്നിലേക്ക് വിട്ടിട്ട് അബൂബക്കർ തങ്ങൾ നബിയുടെ പിറകെ വരും, പിറകിൽ നിന്ന് ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. കഴിഞ്ഞ് അല്പം വലതുവശത്തൂടെ ചെല്ലും, ഇടത് കഴിഞ്ഞ് ഇടതുവശത്തിലൂടെ ചെല്ലുന്നു. ഇതൊക്കെ കണ്ടിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്തിനാണ് അബൂബക്കർ നിങ്ങൾ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നത്? ഇത് കേട്ടപ്പോൾ പ്രവാചകനോട് അബൂബക്കർ നിങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അങ്ങയെ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണത്. പിന്നീടാണ് സുറാഖയുടെ സംഭവം. അങ്ങനെ സുദീർഘമായ ഹിജറയുടെ ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പരതി നോക്കുന്നില്ല. അത് നമ്മൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പരമ്പരയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന സീരീസിൽ നമ്മുടെ ഹിജറയുടെ സന്ദർഭത്തിൽ നമ്മളത് പറയുന്നതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും യാത്ര തുടങ്ങുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും അങ്ങനെ യാത്ര തുടർന്ന് ഒരു വീട്ടിലെത്തി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആട്ടിൻപാൽ കൊണ്ടു കൊടുക്കുന്ന ഒരു ചരിത്രമുണ്ട് അവിടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരവശനായി ദാഹിച്ചവശനായി വന്നിരിക്കുമ്പോൾ ആട്ടിൻപാൽ കൊണ്ടു കൊടുക്കുന്ന അബൂബക്കർ തങ്ങൾ പ്രവാചകനോട് കുടിക്കാൻ കൊടുക്കുന്നു. പ്രവാചകൻ അല്പം കുടിച്ചിട്ട് ശേഷം അബൂബക്കറിന് കൊടുക്കുന്നുണ്ട്. വേണ്ട നബിയെ, നബി കുടിക്കൂ. വീണ്ടും നബി തങ്ങൾ കുടിക്കുന്നു. നബി തങ്ങൾ വീണ്ടും കുടിച്ചു കഴിഞ്ഞ് തിരിച്ച് പാത്രം നീട്ടുമ്പോൾ അബൂബക്കർ തങ്ങൾ വീണ്ടും പറയുന്നു, വേണ്ട നബിയെ, അങ്ങ് കുടിച്ചോളൂ. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മതിയാവോളം ആട്ടിൻപാൽ കുടിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ വയർ നിറഞ്ഞു കഴിഞ്ഞു നബിയെ. പ്രവാചക പ്രണയത്തിൻ്റെ അനന്തമായ വിഹായസായിരുന്നു അബൂബക്കർ തങ്ങൾ. നബി കുടിച്ച പാല് കൊണ്ട് വയർ നിറഞ്ഞ അബൂബക്കറിനെ ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും പോയി കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് അബൂബക്കർ തങ്ങളുടെ പിതാവായിരുന്ന അബൂ ഖുഹാഫ വരുന്നുണ്ട്. അദ്ദേഹം ആ കാലത്ത് അല്പം അന്ധനായിട്ടുണ്ട്, കണ്ണ് കാണുന്നില്ല. അബൂബക്കർ തങ്ങൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും മക്കയിലുണ്ടായിരുന്ന സമയത്ത് ഇസ്ലാമിന് വേണ്ടി, പ്രവാചകന് വേണ്ടി മുഴുവനും ചെലവഴിച്ച സമയമാണ്. ആരാണെന്ന് നോക്കണം. ചരിത്രത്തിൽ മക്കയിൽ ഇസ്ലാം ഉയർന്ന സമയത്ത് അതിശക്തനായ കച്ചവടക്കാരനായിരുന്ന, സമ്പന്നനായിരുന്ന, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്മാരിൽ ഒരാളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരുപാട് കച്ചവട യാത്രകൾ, ഒരുപാട് കൃഷി, ഒരുപാട് ഒട്ടകങ്ങൾ, ആടുമാടുകൾ തുടങ്ങിയ സർവ്വവിധ സമ്പത്തിൻ്റെയും ഉടമസ്ഥനായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് മക്കയിൽ വിട്ട് പോരുന്ന സമയത്ത് ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ഒരു ദിവസം ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് സമ്പത്ത് ശേഖരിക്കാൻ പറയുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിലുള്ളത് എടുത്തു വരാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ തൻ്റെ വീട്ടിലുള്ള എല്ലാം എടുത്തു കൊണ്ടുവന്ന അബൂബക്കർ തങ്ങളോട് പ്രവാചകർ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് അബൂബക്കർ വീട്ടിലുള്ളത്? ആ സമയത്ത് അബൂബക്കർ തങ്ങൾ പറയുന്ന മറുപടി, അല്ലാഹു റസൂലും, എൻ്റെ വീട്ടിൽ ഇനി ബാക്കിയുള്ളത് എൻ്റെ പ്രവാചകനും അള്ളാഹുവും മാത്രമാണ്. തൻ്റെ കയ്യിലുള്ളതെല്ലാം ദീനിന് വേണ്ടി സമർപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അബൂ ഖുഹാഫ വീട്ടിൽ വന്നുകൊണ്ട് അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നുകൊണ്ട് അബൂബക്കർ തങ്ങളുടെ മകളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, പിതാവ് മക്ക വിട്ടു പോയല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പത്ത് അവശേഷിപ്പിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിതാവിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അമുസ്ലിമായ വല്ലിപ്പയുടെ അബൂ ഖുഹാഫയുടെ ഒരു സഹായവും തനിക്ക് വേണ്ട എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടും അസ്മാ റളിയല്ലാഹു അൻഹ ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട് അവിടെ. അസ്മാ ബീവി പറയുന്നുണ്ട്, പിതാവ് ഏറ്റവും മൂല്യമേറിയതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ശേഷം സമ്പത്ത് വെക്കുന്ന ഒരു പാത്രം, അതിൽ കുറച്ച് കല്ലുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് ആ പാത്രത്തിൻ്റെ വായ്ഭാഗം ഇങ്ങനെ കെട്ടി അബൂ ഖുഹാഫയുടെ കയ്യിൽ വന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് നല്ല ഭാരം തോന്നിക്കുന്നു. അദ്ദേഹം അക്കാലത്ത് അന്ധനായിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ മുഴുവനും സമ്പത്താണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സമ്പത്ത് നിങ്ങൾക്ക് അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഖുഹാഫ വീട്ടിലേക്ക് നടന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അതേ പിതാവിൻ്റെ മക്കളെയാണ് അസ്മാ ബീവിയിലൂടെയും ഐഷ ബീവിയിലൂടെയും അബ്ദുല്ലാഹി ഇബ്നു അബൂബക്കർ തങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത്. അതേ പ്രവാചക പ്രണയം, ദീനിനോടുള്ള, പ്രവാചകനോടുള്ള ആ മഹബത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ ആ വീട്ടിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകനുരാഗത്തിൻ്റെ മറ്റൊരു മനോഹരമായ ഏട് അബൂബക്കർ തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചറിയുന്നത് മറ്റൊരു സംഭവത്തിലാണ്. ഇസ്ലാം അവതീർണമായ ആദ്യകാലത്ത് ആദ്യമായി ഇസ്ലാമിൻ്റെ പരസ്യ പ്രഖ്യാപനം നടത്തുന്നത് അബൂബക്കർ തങ്ങളാണ്. കഅബയുടെ കയറി നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ മനോഹരമായ ആദർശങ്ങൾ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ, ഖുർആനിൻ്റെ സൂക്തങ്ങൾ എല്ലാം കഅബയിൽ കയറി നിന്നുകൊണ്ട് അവിടെ പരസ്യമായിട്ട് ഖുറൈശികളോട് പ്രസംഗിക്കുകയാണ് അബൂബക്കർ തങ്ങൾ. ദേഷ്യം സഹിക്കവയ്യാതെ വന്ന തടിച്ചുകൂടിയ ഖുറൈശികൾ അബൂബക്കർ തങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അടിയിൽ ഇരുമ്പ് പാകിയ ശക്തമായ ബൂട്ട് പോലെയുള്ള ചെരുപ്പുകൾ കൊണ്ട് അബൂബക്കർ തങ്ങളെ ശക്തമായി പ്രഹരിക്കുന്നുണ്ടെന്ന്.
അദ്ദേഹത്തിന് ബോധം നഷ്ടമായി, മുഖം മുഴുവനും പൊട്ടി ചോരയൊലിക്കുന്നുണ്ട്, ശരീരമാസകലം മുറിവുകൾ ഉണ്ടാവുന്നു, രക്തം ഒരുപാട് നഷ്ടപ്പെട്ട് ബോധരഹിതനായി അദ്ദേഹം കഅബയിൽ വീണു പോവുകയാണ്. ഖുറൈശികളും തടിച്ചുകൂടിയിരുന്ന ആളുകളും ഒക്കെ ഉറപ്പിച്ചു അബൂബക്കർ തങ്ങൾ വഫാത്തായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രമേൽ ക്രൂരമായാണ് ഉത്തുബയുടെ നേതൃത്വത്തിലുള്ള ആ സംഘം അബൂബക്കർ തങ്ങളെ ക്രൂരമായിട്ട് പ്രഹരിക്കുന്നത്. ആ സമയത്ത് അബൂബക്കർ തങ്ങളുടെ ഗോത്രക്കാരവിടേക്ക് വരുന്നുണ്ട്, അബൂബക്കർ തങ്ങളെ എടുത്തുകൊണ്ടു പോകുന്നുണ്ട്. അവരൊന്നും മുസ്ലിങ്ങളല്ലാഞ്ഞിട്ട് പോലും അവരുടെ ഗോത്ര മഹിമ ആ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അവർ കബയിൽ കറയിട്ട് പറയുന്നുണ്ട്, അബൂബക്കറിൻ്റെ ജീവനെങ്ങാനും നഷ്ടപ്പെട്ടാൽ അതിന് പകരം ഞങ്ങൾ ഉത്തുബയുടെ ജീവൻ തിരിച്ചെടുക്കുമെന്ന പ്രഖ്യാപനക്കാട് നടത്തുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഉമ്മയും ഉപ്പയും തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അല്പസമയങ്ങൾക്ക് ശേഷം അബൂബക്കർ തങ്ങൾ ബോധം തിരിച്ചു ലഭിച്ചിട്ട് ഉണരുന്നുണ്ട്. ആ സമയത്ത് ആദ്യമായിട്ട് അബൂബക്കർ തങ്ങൾ തൻ്റെ ഉമ്മയോടെയും ഉപ്പയോടെയൊക്കെ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ പ്രവാചകൻ എന്ത് പറ്റി ഉമ്മ, എൻ്റെ പ്രവാചകൻ എന്ത് പറ്റി ഉപ്പ എന്നുള്ളതാണ്. ആ സമയത്ത് അബൂ ഖുഹാഫക്ക് ദേഷ്യം വരികയാണ്. ഇനിയും മതിയായില്ല നിനക്ക് നിൻ്റെ പ്രവാചകന്, മുഹമ്മദിൻ്റെ കൂടെ നടന്നിട്ട് നിനക്ക് ഇനിയും മതിയായില്ല എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് അബൂ ഖുഹാഫ ഇറങ്ങിപ്പോവുകയാണ്. സമയത്ത് വീണ്ടും ഉമ്മയോട് ചോദിക്കുന്നു, എൻ്റെ നബിക്ക് എന്ത് പറ്റി ഉമ്മ, എൻ്റെ പ്രവാചകൻ എന്ത് പറ്റി ഉമ്മ. ആ സമയത്ത് ഉമ്മ പറയുന്നു, എനിക്കങ്ങനെ അറിയാനാ മോനെ, ഞാൻ അറിഞ്ഞിട്ടില്ല. അബൂബക്കർ തങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അക്കാലത്ത് 50-ൽ താഴെ മുസ്ലിങ്ങൾ മാത്രമാണ് മക്കയിലുള്ളത്. മക്കയിലെന്നല്ല, ലോകത്ത് തന്നെ വെറും 50-ൽ താഴെ മുസ്ലിങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അബൂബക്കർ തങ്ങളെയും ബാക്കിയുള്ള മുസ്ലിങ്ങളെയും മുഴുവനായിട്ട് ഖുറൈശികൾ ആക്രമിച്ചു എന്നുള്ളതാണ് അബൂബക്കർ തങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. തൻ്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ രക്തമോ തൻ്റെ ശരീരത്തിൽ ബാധിച്ച മാരകമായ മുറിവുകളോ ഒന്നും അബൂബക്കർ തങ്ങളെ ബാധിക്കുന്നില്ല. എൻ്റെ ഹബീബിനെന്ത് പറ്റി, അതാണ് അബൂബക്കർ തങ്ങൾക്ക് അറിയേണ്ടത്. ഉടനെ ഉമ്മ അവിടേക്ക് അല്പം വെള്ളമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഈ മോനെ നീ വെള്ളം കുടിക്കണം. ആ സമയത്ത് അബൂബക്കർ തങ്ങൾ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. എൻ്റെ പ്രവാചകനെ എന്തു പറ്റിയെന്നറിയാതെ ഒരിറ്റു വെള്ളം പോലും ഞാൻ കുടിക്കുകയില്ല എന്ന് അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ അറിയും മോനെ, നിങ്ങൾ ഉമ്മു ജമീലിനോട് പോയിട്ട് ചോദിക്കണം. അങ്ങനെ അവരുടെയൊക്കെ ബന്ധുവായിട്ടുള്ള ഉമ്മു ജമീൽ, അവർ രഹസ്യമായിട്ട് ഇസ്ലാം വിശ്വസിച്ച് പ്രവാചകനൊക്കെ വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ്. അങ്ങനെ ഉമ്മു ജമീലിനോട് പോയിട്ട് ഉമ്മുൽ ഖൈർ അബൂബക്കർ തങ്ങളുടെ ഉമ്മ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ ഉമ്മു ജമീൽ ഉമ്മയോട് നേരിട്ട് പറയുന്നില്ല, അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഉമ്മു ജമീൽ നേരെ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അബൂബക്കർ തങ്ങളെ കണ്ട ഉമ്മു ജമീൽ നിലവിളിച്ചു പോവുകയാണ്. അത്രമേൽ ക്രൂരമായി അബൂബക്കർ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മുഖം വികൃതമാക്കി കളഞ്ഞിട്ടുണ്ട്, ചോര ഒരുപാട് ഒഴുകുന്നുണ്ട്. ആ സമയത്തും എൻ്റെ പ്രവാചകൻ എന്ത് പറ്റി? ഉടനെ ഉമ്മു ജമീൽ പറയുന്നു, പ്രവാചകൻ ഒരു കുഴപ്പവുമില്ല, അവരാക്രമിച്ചിട്ടില്ല, ദാറുൽ അർക്കമിൽ അദ്ദേഹം സുരക്ഷിതനായി ഇരിക്കുന്നുണ്ട്, ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ടതില്ല എന്ന് ഉമ്മു ജമീൽ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും മാത്രം അബൂബക്കർ തങ്ങൾ സമാധാനിക്കുന്നില്ല. എനിക്കെൻ്റെ പ്രവാചകനെ ഇപ്പോൾ കാണണം. എങ്ങനെയാണ് അബൂബക്കർ നമ്മൾ അവിടേക്ക് ചെല്ലുക എന്ന് ഉമ്മ കരഞ്ഞു പറയുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രവാചകൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുക? അതൊന്നും എനിക്കറിയേണ്ട ഉമ്മ, എനിക്കെൻ്റെ ഹബീബിനെ കാണണം, എനിക്കെൻ്റെ പ്രിയപ്പെട്ടവനെ കാണണം. ഉടനടി ഉമ്മു ജമീൽ പറയുന്നു, എങ്കിൽ സമയം രാത്രിയാവട്ടെ, എന്നിട്ട് നമുക്ക് പ്രവാചകൻ്റെ അടുത്ത് ചെല്ലാം. അങ്ങനെ രണ്ടുപേരും ഉമ്മു ജമീലിൻ്റെയും ഉമ്മു ഖൈർ അവരുടെ ഉമ്മയുടെയും രണ്ട് തോളിലൂടെ കൈയിട്ടുകൊണ്ട് അത്രമേൽ ദേഹമാസകലം മുറിവുകൾ പറ്റി രക്തം വാർന്നൊലിച്ചു കൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളെ പ്രവാചകൻ്റെ അടുത്തേക്ക് ദാറുൽ അർക്കമിലേക്ക് കൊണ്ട് ചെല്ലുകയാണ്. വഴിയിലെത്തിയ ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ഓടി ചെല്ലുന്നുണ്ട്. കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ടുപേരും കരയുന്നു. രണ്ട് പ്രിയപ്പെട്ട മനുഷ്യർ, അവർ പരസ്പരം ഉരുകിയൊലിക്കുകയാണ്. ആ വേദനയിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന അബൂബക്കർ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ഉമ്മ, അവരെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം പ്രവാചകനെ. അവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പേടിയുമില്ല, ഞാൻ ഈ ഏറ്റ മുറിവുകളോ വേദനകളോ ഒന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. ആ ഉമ്മ മുസ്ലിം ആവുന്നു. ആ വേദനകൾക്കെല്ലാം മറുമരുന്നായി അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലം, അവിടുത്തെ ഉമ്മയും ഉപ്പയൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഉപ്പ അതിന് ശേഷം മറ്റൊരു സമയത്താണ് പിന്നീട് ഇതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്രാ മിഅ്റാജിൻ്റെ വേളയിൽ ഇതുപോലെ അബൂജഹൽ അബൂബക്കർ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ദിവസം
ഈ വാർത്തയെല്ലാം അറിഞ്ഞ മക്ക മുശ്രിക്കീങ്ങൾ പ്രവാചകനെ അത്രമേൽ അവഹേളിക്കുന്ന വേളയിലാണ് അബൂജഹൽ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നത്, അസമയത്തമായ കുലു സാഹിബ്, നിന്റെ സാഹിബ് എന്താ പറഞ്ഞതെന്ന് നീ കേട്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടുന്ന് 7 ആകാശവും പോയി, എന്നിട്ട് രാത്രി അവസാനിക്കും മുമ്പ് ഇവിടെ തിരിച്ചു വന്നു എന്ന്. ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുക അബൂബക്കറെ? എൻ്റെ മുഹമ്മദിന് ഇതുവരെ പറഞ്ഞിരുന്നത് ഭ്രാന്താണ് എന്നായിരുന്നു, ഇപ്പോൾ ശുദ്ധ നുണയും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങളെയും പ്രവാചകനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ് അബൂജഹൽ ആ സമയത്ത് സംസാരിക്കുന്നത്. ആ സമയത്ത് അബൂബക്കർ തങ്ങളുടെ ശക്തമായൊരു നിലപാടുണ്ട്. എൻ്റെ ഹബീബ് ഇത് പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് അബൂജഹൽ പറയുന്നു, അതെ, നിങ്ങളുടെ പ്രവാചകൻ തന്നെയാണ് ഇത് പറഞ്ഞത്, എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. പ്രവാചകനും അതെങ്ങാനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറയുന്നത് സത്യമാണോ അല്ലേ എന്നെനിക്ക് സംശയമുള്ളൂ. പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ദിവസവും 7 ആകാശത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് വഹി തരുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഒരു ദിവസം രാത്രി പ്രവാചകൻ അങ്ങോട്ട് പോയി തിരിച്ചു വരുന്നത് ഞാൻ എന്തുകൊണ്ടും വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ തിരക്കുന്ന അബൂബക്കർ തങ്ങളെ ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്താണ് സിദ്ദീഖ് എന്ന പേര് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അബൂബക്കറിൻ്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റാരുടെയും സമ്പത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല. അത് കേട്ട ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്, നബിയെ, ഞാനും എൻ്റെ സമ്പത്തൊക്കെ അങ്ങേക്കുള്ളതല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെയൊരു വർത്താനം എന്ന് ചോദിക്കുന്ന അബൂബക്കർ തങ്ങളെ. പ്രണയാനുരാഗത്തിൻ്റെ തീവ്രമായ ഒരു ദിശയെ നമ്മളവിടെ കാണുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത്, അബൂബക്കർ തങ്ങളോളം ശക്തമായി ആ അവസരത്തിൽ നിലകൊണ്ട മറ്റൊരു മനുഷ്യനെയും നമ്മൾ കാണുന്നില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായിട്ട് കിടക്കുന്നു. ആ സുബ്ഹ് നമസ്കാരത്തിൻ്റെ വേളയിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീടിൻ്റെ മറ നീക്കി സ്വഹാബത്തിനെ നോക്കുന്നുണ്ട്. അബൂബക്കർ തങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കുന്നു. ആ സമയത്ത് അവരുടെ നിസ്കാരത്തിലെ ശ്രദ്ധ പോലും തെറ്റിപ്പോകുമോ എന്ന തരത്തിൽ പ്രവാചകൻ്റെ പൂർണ്ണമായി ജ്വലിച്ചു നിൽക്കുന്ന സന്തോഷത്തോടെയുള്ള മുഖം കണ്ടിട്ട് ഇപ്പോൾ പ്രവാചകൻ്റെ രോഗമൊക്കെ കുറഞ്ഞു എന്ന് കരുതിയിട്ടാണ് എല്ലാവരും ആ സുബ്ഹ് നമസ്കാര ശേഷം തിരിച്ചു പോകുന്നത്. അബൂബക്കർ തങ്ങൾ തങ്ങളുടെ തോട്ടത്തിൽ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ മദീന പള്ളിയിലേക്ക് അതെല്ലാം കഴിഞ്ഞു വരുമ്പോഴാണ് അവിടെ കൂട്ടക്കരച്ചിലുകൾ കേൾക്കുന്നത്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ വാർത്തയാണ് ആ പ്രിയപ്പെട്ട ഹബീബിനെ തേടി എത്തുന്നത്. അബൂബക്കർ തങ്ങൾ ഉടനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ മറ നീക്കിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. അവിടെ കിടക്കുന്ന അള്ളാഹുവിലേക്ക് യാത്രയായ തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ അവിടെ കാണുന്നു. അവിടുത്തെ നെറ്റിയിൽ തുരുതുര ഉമ്മ വെക്കുന്നു. നബിയെ, അങ്ങക്ക് എന്ത് സുഗന്ധമാണ് നബിയെ, ജീവിച്ചിരിക്കുമ്പോഴും അങ്ങെന്ത് സുഗന്ധപൂർണമായിരുന്നു, ഇപ്പോൾ വഫാത്തായപ്പോഴും അങ്ങ് അതിസുഗന്ധം വിതറുകയാണല്ലോ നബിയെ എന്ന് പറയുന്നു. ഇനി അങ്ങേക്കൊരു മരണമില്ല, ഇതങ്ങയുടെ അവസാനത്തെ മരണമാണ്, അള്ളാഹുവിലേക്കുള്ള അങ്ങയുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങൾ മദീന പള്ളിയിലേക്ക് വരികയാണ്. സമയത്ത് ചില സ്വഹാബത്തിൻ്റെ സമനില തന്നെ തെറ്റിപ്പോയിരിക്കുന്നു. ചിലരെല്ലാം ആർത്തട്ടഹസിച്ച് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ തൻ്റെ ഉറയിൽ നിന്നും വാൾ ഊരിയെടുത്തിട്ട് മദീനയിലുടനീളം ഉമർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട്. എൻ്റെ ഹബീബെങ്ങാനും വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ തല ഞാനെടുക്കും. അത്രയും ശക്തനായ ധീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് പോലും അവിടുത്തെ സമനില നഷ്ടമായിരിക്കുന്നു. എൻ്റെ പ്രവാചകൻ വഫാത്തായിട്ടില്ല, മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിലേക്ക് പോയതുപോലെ ഒരു യാത്രക്ക് പോയതാണ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ ഹബീബ് ഇവിടേക്ക് തിരിച്ചു വരും എന്ന ശക്തമായ ഭാഷയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു നടക്കുന്നത്. ഉടനടി അബൂബക്കർ തങ്ങൾ അവിടെ മിമ്പറിലേക്ക് ചെന്ന് കയറുകയാണ്. മിമ്പറിലേക്ക് കയറി ചെന്നിട്ട് എല്ലാവരോടും അവരുടെ ഇരിക്കാൻ പറയുന്നു. എല്ലാവരും പള്ളിയിൽ ചെന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മാത്രം അവിടെ വാള് പിടിച്ചിട്ട് നടക്കുകയാണ്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അവിടെ ഇരിക്കാൻ പറയുന്നു ശക്തമായ ഭാഷയിൽ. എന്നിട്ട് അവിടെ അബൂബക്കർ തങ്ങൾ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. അത്രയും കാലം ഹബീബെന്നും നബിയെ എന്നും പ്രവാചകനെ എന്ന് വിളിച്ച് നടന്നിരുന്ന അബൂബക്കർ തങ്ങളുടെ ഭാഷ പോലും ആ സമയത്ത് കാർക്കശ്യമാകുന്നുണ്ട്. കാരണം ആ അവസരത്തിൽ അത്രയും ശക്തമായ ഒരു ധീരതയാണ് അവിടെ ആവശ്യം. മൻകാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരാണ് ഇത്രയും കാലം മുഹമ്മദിനെ ആരാധിച്ച് നടന്നിരുന്നത്? നിങ്ങളറിയുക, മുഹമ്മദ് മരിച്ചിട്ടുണ്ട്.
മൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ഇത്രയും കാലം ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു ഇപ്പോഴും ഹയ്യായി ജീവിച്ചിരിക്കുന്ന ആളാണ്, അള്ളാഹു ഒരിക്കലും മരിക്കുകയില്ല എന്ന ശക്തമായ ഭാഷണം അവിടെ പറഞ്ഞതോടുകൂടെ ശേഷം ഖുർആനിൽ ആയത്തുകൾ ഓതുന്നതോടുകൂടെ സ്വഹാബത്ത് വീണ്ടും ആർത്തട്ടഹസിച്ച് കരയുകയാണ്. അപ്പോഴാണ് അവർക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് അവർ ബോധ്യപ്പെടുന്നത്. അങ്ങനെ ധീരത ആവശ്യമുള്ള ഇടത്ത് അത്രയും ധീരമായി നിലകൊള്ളുന്ന അബൂബക്കർ തങ്ങളെ മറ്റവസരങ്ങളെല്ലാം പ്രവാചകൻ അത്രമേൽ പ്രണയിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട അനുചരനായി കൊണ്ട് നിൽക്കുന്ന അബൂബക്കർ തങ്ങളെ എല്ലാം നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ദീനിന് വേണ്ടി തൻ്റെ സമ്പത്തും ആരോഗ്യവും ആയുരാരോഗ്യവും എല്ലാം സമർപ്പിച്ച ഇത്രമേൽ പ്രവാചകനെ നെഞ്ചോട് ചേർത്തിയ ഒരു മനുഷ്യൻ ചരിത്രത്തിൽ വേറെയില്ല. അഫ്ളലുൽ ബഷർ ബഅദൽ അംബിയ, അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും ഉന്നതനായ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രം വിശേഷിപ്പിച്ച അബൂബക്കർ തങ്ങളുടെ ജീവിതമാണിത്. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. അത് അനന്തസാഗരമായി അവിടെ പടർന്ന് കിടക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന അത്രയും പ്രണയാതുരമായ ഹുബ്ബ് റസൂലിൻ്റെ ചില ഏടുകൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്രമേൽ സമ്പൂർണമായ ഒരു ജീവിതം നമുക്ക് വേറെ എവിടെയും കാണാനാകുന്നില്ല. എല്ലാം സമർപ്പിച്ചു, ദീനിന് വേണ്ടിയും പ്രവാചകന് വേണ്ടിയും എല്ലാം നൽകി. പ്രവാചകന് ശേഷം പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. ആ സമയത്ത് വിഘടനവാദികൾ ഉയർക്കൊള്ളുകയും സക്കാത്ത് തരില്ല എന്ന അവകാശം വാദവുമായി വരുന്ന പുത്തൻവാദികളോട് അബൂബക്കർ തങ്ങൾ നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. നബിയുടെ കാലത്ത് നിങ്ങൾ ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കയറ് കൂടെ കൊടുത്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ കയറ് കൂടെ കൊടുക്കുന്നില്ല എങ്കിൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്ന ധീരനായ ഖലീഫയെയും ആ ചരിത്രത്തെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. അത്രയും ധീരനായ മനുഷ്യൻ. ഒരു ദിവസം സുബ്ഹിക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, സുബ്ഹ് ജമാഅത്തിന് ശേഷം ഇന്നാർക്കെങ്കിലും സുന്നത്ത് നോമ്പുണ്ടോ? സ്വഹാബത്ത് ആരും കൈ ഉയർത്തുന്നില്ല. എനിക്കുണ്ട് നബിയെ. അബൂബക്കർ തങ്ങൾ കൈ ഉയർത്തുന്നു. ശേഷം പ്രവാചകർ ചോദിക്കുന്നു, ഇന്ന് ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിക്കുകയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആരും കൈ ഉയർത്തുന്നില്ല. ഞാനുണ്ട് നബിയെ. അബൂബക്കർ തങ്ങൾ കൈ ഉയർത്തുന്നു. ഇന്നാരെങ്കിലും ഒരു മിസ്കീനെ ഭക്ഷിപ്പിച്ചിട്ടുണ്ടോ? അബൂബക്കർ തങ്ങൾ കൈ ഉയർത്തുന്നു. നബിയെ ഞാനുണ്ട്. ഇന്നാരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ആരുമില്ല. അബൂബക്കർ തങ്ങൾ. സുബ്ഹ് ജമാഅത്തിനാണ് പ്രവാചകൻ ചോദിക്കുന്നത്. ദിവസം തുടങ്ങി ഇത്രയും സമയമായപ്പോഴേക്കും ഇത്രയും സൽക്കർമ്മങ്ങൾ. ഉടനടി പ്രവാചകൻ പറയുന്നു, അങ്ങ് സ്വർഗത്തിലാണ്. ഇത്രയും കാര്യങ്ങളിൽ ഒരാൾ ഒരുമിച്ച് കൂടിയാൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം ഉറപ്പിച്ച 10 പേരിൽ ഒന്നാമനായി വരുന്ന അബൂബക്കർ തങ്ങൾ, അതിൽ ബാക്കിയുള്ള 6 പേരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന അബൂബക്കർ തങ്ങളാണ്. ഇസ്ലാം വന്ന ആദ്യം മുതൽ ഇത്രയും ശക്തനായി പ്രവാചകൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹചാരി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തോടു കൂടെ നമ്മളെ അവൻ്റെ ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ റമളാൻ സീരീസിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരിലേക്കെല്ലാം നമ്മുടെ സീരീസ് നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്ത് ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.